Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്ക് ഇന്നിനി സൂറത്തു ഹൂദിലെ 71, 72, 73 സൂക്തങ്ങളെന്ന് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. വംറഅതുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സ്ത്രീ എന്നാണ് മർഅത്ത്, സ്ത്രീ. വംറഅതുഹു ഇവിടെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖായിമത്തുൻ അവർ നിൽക്കുന്നവളാണ്, അവിടെ അടുത്തുണ്ട് എന്നർത്ഥം. ഫളഹികത് അവർ ചിരിച്ചു. ഞങ്ങൾ മലക്കുകളാണ്, അങ്ങേക്ക് ഭീഷണിയൊന്നും വേണ്ട, അങ്ങേക്ക് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. ഫബശ്ശർനാഹ അപ്പോൾ നാം അവരെ സന്തോഷവാർത്ത അറിയിച്ചു. ബിസ്ഹാഖ ഇസ്ഹാഖിൻ്റെ ജനനം കൊണ്ട്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്നൊരു കുഞ്ഞ് ജനിക്കും എന്ന്. വമിൻ വറാഇ ഇസ്ഹാഖ ഇസ്ഹാഖിൻ്റെ ശേഷം യാക്കൂബ പേരക്കുട്ടി യാക്കൂബും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പേരൊക്കെ അള്ളാഹ് നിശ്ചയിച്ച് പറയുകയാണ്. ഖാലത്ത് അവർ പറഞ്ഞു, യാ വൈലത്ത എന്തൊരത്ഭുതമാണ്, അലിദു ഞാൻ പ്രസവിക്കുകയോ, വ അന അജൂസ് ഞാനിങ്ങനെ പ്രായമേറെയുള്ള സ്ത്രീ കിഴവിയായിരിക്കുന്നു. വഹാദാ ബഅലി എൻ്റെ ഭർത്താവിത ഷെയ്ഖൻ ഒരു വലിയ വൃദ്ധനായിരിക്കുന്നു. ഇന്ന ഹാദാല ഷൈഉൻ അജീബ് ഇത് വല്ലാത്ത പുതുമുള്ള ഒരു കാര്യമാണ്, അത്ഭുതമുള്ള കാര്യമാണ്. ഖാലു അപ്പോൾ അവർ ചോദിച്ചു, മലക്കുകൾ ചോദിച്ചു, അതഅജബീന മിൻ അംരില്ലാ അള്ളാൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുക. റഹ്മത്തുല്ലാഹ് അള്ളാഹുവിൻ്റെ കാരുണ്യവും വ ബറകാതുഹു അവൻ്റെ അനുഗ്രഹവും അലൈക്കും നിങ്ങളുടെ മേലുണ്ട്. അഹ്ലൽ ബൈത്ത് ഇബ്രാഹിമിൻ്റെ കുടുംബമേ, അഹ്ലു ബൈത്തെ. ഇന്നഹു ഹമീദ് അവൻ സ്തുത്യർഹനാണ്, മജീദ് അതിവിശിഷ്ടനാണ്, അല്ലെങ്കിൽ മഹോന്നതനാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വംറഅതുഹു വംറ ചിലപ്പോൾ ഓതുമ്പോൾ എന്ത് സംഭവിക്കുക, ബായിൻ്റെ ഉച്ചാരണം പോലെ വരും. വംറഅതുഹു അങ്ങനെ വരാൻ പാടില്ല. വംറഅതുഹു വംറഅതുഹു വംറ എന്നാവില്ല, ചിലപ്പോൾ വംറ എന്നാകാൻ പാടില്ല. വംറഅതുഹു വംറ വംറ അത് ശ്രദ്ധിക്കണം. വംറഅതുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സ്ത്രീ എന്നാണ് വാക്കർത്ഥം. നമ്മൾ പറയാറുണ്ടല്ലോ അവൻ്റെ പെണ്ണ് എന്നൊക്കെ പറയുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഖായിമത്തുൻ കാമാന നിന്നു, ഖായിമത്തുൻ നിൽക്കുന്നവളാണ്. അവിടെ അടുത്തുണ്ട് എന്നർത്ഥം. സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെയുണ്ട്. ഫളഹികത്ത് അവർ ചിരിച്ചു. ഇതൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകളായതുകൊണ്ട്, സന്ദർഭവും നമുക്ക് അറിയുന്നതായതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല. ഫളഹികത്ത് അവർ ചിരിക്കുകയും ചെയ്തു. ഫബശ്ശർനാഹ അപ്പോൾ നാം അവരെ, ആരെ അതാരാണ് ആള്, സാറാ ബീവിയാണ്. ഹാജറ ബീവിയിൽ നേരത്തെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ട്, ഇബ്രാഹിം നബിക്ക് നേരത്തെ കുഞ്ഞുണ്ട്, ഇവർക്കല്ലാത്തത്, ഇവർക്കില്ല. ഇബ്രാഹിം നബിക്ക് യാക്കൂബ് ഇസാഖ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബിൻ്റെ രണ്ടാമത്തെ കുട്ടിയാണല്ലോ.
മൂത്ത കുട്ടി ഇസ്മായിൽ അലൈഹി സ്വലാം ഹാജറ ബീവിയിലുണ്ട്. ഇത് സാറാ ബീവിനോട് പറയാണ്, ഫബശ്ശർനാഹ, നാം അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു, ബി ഇസ്ഹാഖ, ഇസ്ഹാഖിനെ കൊണ്ട്. അപ്പോൾ ആരാ ഇസ്ഹാഖ് എന്ന പേര് കൊടുത്തിക്കണം തന്നെയല്ലേ? അങ്ങനെ തന്നെയുള്ള അള്ളാഹ് പറഞ്ഞു, ഇസ്ഹാഖ് എന്ന കുഞ്ഞിനെ കൊണ്ട് നാം താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അവരോടാ പറഞ്ഞു, സാറാ ബീവിനോടാ പറഞ്ഞു. അതാണ് ഫബശ്ശർനാഹ, അവരെ. വമിൻ വറാഇ ഇസ്ഹാഖ, വറാ എന്ന പിന്നിൽ, അപ്പോൾ ശേഷം എന്നാണ്, അതിനുശേഷം ഇസ്ഹാഖ് നബി ഉണ്ടാകും. വമിൻ വറാഇ ഇസ്ഹാഖ, ഇസ്ഹാഖിന് ശേഷം യാക്കൂബ്, അദ്ദേഹത്തിൻ്റെ പുത്രൻ, പേരക്കുട്ടി ഉണ്ടോ, മകനും ഉണ്ടാകും, മകന് പേരക്കുട്ടി ഉണ്ടാകും. അങ്ങനെ ഒരു സന്തോഷ വാർത്ത. അതിലറിഞ്ഞൊരു സന്തോഷിക്കാൻ എന്താ 90 വയസ്സായിക്കണം. അപ്പോൾ 90 വയസ്സായിക്കണം. 90 വയസ്സായപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കുമല്ലോ, ഇത് പറഞ്ഞാൽ മനസ്സിലാകും, നമുക്ക് ഓതിയാൽ മനസ്സിലാവുമല്ലോ. ഇത് ഇത്രയുള്ള ഒരുപാട് വിശദീകരിക്കണം, നമുക്ക് അറിയുന്ന ചരിത്രമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതുമില്ല. കാലത്ത് അപ്പോൾ അവർ അത്ഭുതത്തോടു കൂടി പറയുകയാണ്, യാ വൈലത്ത. വൈലത്ത എന്നുള്ളതിന് രണ്ടർത്ഥം പറയും. ഒന്ന് നാശം, നഷ്ടം എന്നൊക്കെ. ഇവിടെ അത്ഭുതം പ്രകടിപ്പിക്കാനും വളരെ അത്യപൂർവമായ സന്ദർഭത്തിൽ ഈ പദം ഉപയോഗിക്കും. ഇവിടെ അത്ഭുതമാണല്ലോ, ഇവിടെ നാശം എന്നല്ലല്ലോ. കാരണം 90 വയസ്സായി ഇനി ഞാൻ പ്രസവിക്കും എന്നാണ് ഈ പറയുന്നത്. അതെന്തൊരു പുതുമയുള്ള സംഗതിയാണ്. കാലു, അവർ അത്ഭുതത്തോടു കൂടി യാ വൈലത്ത പറയാണ്, എന്തൊരു അത്ഭുതമാണിത്. അലിദു, യാ വൈലത്ത അലിദു. എന്ന ചോദ്യം. വലതാന്ന പ്രസവിച്ചു, ജനിപ്പിച്ചു. ലം യലിദ് വലം യൂലദ് എന്നൊക്കെ പദമല്ല. അലിദു, ഞാൻ പ്രസവിക്കുക, ഞാൻ പ്രസവിക്കും എന്നാണോ പറയുന്നത്? അപ്പോൾ അന അജൂസ്, അജൂസ് അജസന, ശക്തമായി എന്നാണല്ലോ, ശക്തിയില്ലാതായി. എന്നുവെച്ചാൽ ഒരു മനുഷ്യനുണ്ടാവേണ്ട ശാരീരികവും മാനസികവും ഒക്കെ ആയ ശക്തിയിൽ ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഗർഭിണിയാവുക എന്ന പ്രായത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരുപാട് പ്രായാധിക്യം. സാധാരണ നമ്മൾ ഒരു 40 വയസ്സ് വരെയൊക്കെയാണ് ഒരു സ്ത്രീ പ്രസവിക്കുമെന്ന് നമ്മൾ വളരെ അപൂർവമെങ്കിലും 45 വയസ്സ് വരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ 90 വയസ്സുണ്ട് ഇവർക്ക്. അലിദു, ഞാൻ പ്രസവിക്കുകയോ. അന അജൂസുൻ, ഞാൻ വളരെ പ്രായാധിക്യത്തിലെത്തിയിരിക്കുന്നു. ദുർബലത എന്നാണ് അജസ്. ഇവിടെ പ്രായാധിക്യത്തിലെത്തിയ വൃദ്ധയായിട്ടുണ്ട്. അതാണ് അന അജൂസ്, ഞാൻ ഇത്രയും പ്രായം അധികമായിട്ട് ഇനി ഞാൻ പ്രസവിക്കുമെന്നോ. വഹാദ ബഅലി ഷെയ്ഖ, പിന്നെ എൻ്റെ ഭർത്താവ് നോക്കി നിങ്ങൾ. ഭർത്താവ് 100 വയസ്സുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ അന്ന്. അദ്ദേഹം ഷെയ്ഖായിരിക്കുന്നു. ഷെയ്ഖ് പറഞ്ഞാൽ പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ ഷെയ്ഖ് ഉപയോഗിക്കാറുണ്ട്, പ്രായമുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലും ഷെയ്ഖ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഖാണ്, വളരെ പ്രായമുള്ള ആളായിട്ടുണ്ട് അദ്ദേഹം. ഇന്ന ഹാദ, തീർച്ചയായും ഇത് ലശൈഉൻ അജീബ്, അജബ്, അജബ് എന്നുണ്ടായതാണ് അജീബ്, ഏറ്റവും അത്ഭുതമുള്ളത്, ഏറ്റവും അത്ഭുതമുള്ളത്. ഹാദാഷ് ഇന്ന ഹാദ ലശൈഉൻ അജീബ്, ഇത് വല്ലാത്തൊരു പുതുമുള്ള സംഗതിയാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്നത്. മലക്കുകളാന്ന് ബോധ്യമായിട്ടുണ്ട്, എന്നിട്ട് പോലും ആ കാര്യം പറയുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. കാലു, അപ്പോൾ അവർ ചോദിച്ചു, തഅജബീന മിൻ അംരില്ല, അള്ളാഹിൻ്റെ കാര്യത്തിൽ അത്ഭുതം. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ജനിക്കാനും ഇമ്മന്നെ വേണമെന്നില്ലല്ലോ, ഇമ്മന്നെ വേണമെന്നില്ല, വാപ്പിയും വേണമെന്നില്ല. വാപ്പി ഇമ്മ ഇല്ലാതെ അല്ലാഹു തആല ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമയെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് വാപ്പ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ നിങ്ങൾ ഉമ്മയും വാപ്പിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ശാരീരികമായ ക്ഷമത അല്ലാഹു തആല തരുന്നതാണ്. തഅജബീന മിൻ അംരില്ല, അള്ളാഹിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ, അള്ളാഹുവിൻ്റെ നിലപാടുകളിലൊക്കെ നിങ്ങൾ പുതുമപ്പെടുക. എന്തെല്ലാം അത്ഭുതങ്ങൾ, മുഴുവൻ ലോകത്തുള്ള എല്ലാ അത്ഭുതമല്ലേ. പിന്നെ ഇപ്പം നിങ്ങൾ ഇനി അത് പ്രസവിക്കുക എന്നുള്ളത് ഇപ്പോൾ അള്ളാഹ്ക്ക് വല്ല പുതുമുള്ള കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. തഅജബീന, താങ്കൾ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തഅജബീന, തഅജബീന, താങ്കൾ അത്ഭുതപ്പെടുകയാണോ മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ. റഹ്മത്തുല്ലാഹ്, അടോക്കി റഹ്മത്തുല്ലാഹ് എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? താ ബാത്താ ആണ്. ബാത്താ, ഹാത്താവും ബാത്താവും നമുക്കറിയാലോ. ഹാത്താ കാരണം എന്താ? വട്ടത്തിലുള്ള കൂട്ടി. മർബൂത്ത എന്ന് പറയാം. മർബൂത്ത എന്നാ കൂട്ടി യോജിപ്പിച്ചത്. മബ്സൂത്ത എന്നാ പരന്നത്. ഇവിടെ മബ്സൂത്ത എന്തായാലും ഉദ്ദേശം എഴുത്തിൽ പോലും പ്രത്യേക അറ്റമില്ലാത്ത കാരുണ്യം എന്നാ, പരന്ന കാരുണ്യം. അതുകൊണ്ടാണ് പരന്ന എഴുതിയത്. അതിരില്ലാത്ത കരുണ. അള്ളാഹിൻ്റെ കരുണ അങ്ങനെയാണ്. അള്ളാഹ് കരുണ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അറ്റുണ്ടാവില്ല, അതിരുണ്ടാവില്ല. അതാണ് ഇത്രയും വിശാലമായ കാരുണ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ താ
മബ്സൂത്തത്തായ താ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ പല സ്ഥലത്തും അങ്ങനെ എഴുതിയതായിട്ട് നമുക്ക് കാണാം. റഹ്മത്തുല്ലാഹ് അള്ളാഹുവിൻ്റെ കാരുണ്യം, വ ബറകാതുഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും, അലൈക്കും നിങ്ങളുടെ മേലുണ്ട്, അഹ്ലൽ ബൈത്തി വീട്ടുകാരെ. ആരെ വീട്ടുകാരെ? ഇബ്രാഹിം നബിയുടെ കുടുംബമേ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ റഹ്മത്തും ബർക്കത്തും. ഇന്നഹു ഹമീദും മജീദ്. ഹമീദ് സ്തുത്യർഹൻ, ആര് സ്തുതിച്ചിട്ടില്ലെങ്കിലും സ്തുതീയനാണ്, സ്വയം സ്തുതീയനാണ്, മറ്റുള്ളവർ സ്തുതിക്കേണ്ടവനുമാണ്. അതാണ് ഹമീദ്, സ്വയം സ്തുതിക്ക് അർഹതയുള്ളവൻ അവനാണ്. മജീദ് എന്ന് പറഞ്ഞാൽ മഹോന്നതൻ അല്ലെങ്കിൽ അതിവിശിഷ്ടൻ. ഇന്നക ഹമീദും മജീദ്, നമ്മളെ തഹിയ്യാത്തിലൊക്കെ എപ്പോഴും പറയണം ഹമീദ്. മജീദ് അതിവിശിഷ്ടനാണ് അല്ലെങ്കിൽ അതിമഹാനായവനാണ്. അതാണ് അതിവിശിഷ്ടൻ, മഹോന്നതൻ എന്നൊക്കെ അർത്ഥം പറയും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വമ്രാത്തുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖായിമത്തുൻ, അവർ അവിടെ നിൽക്കുന്നവളാണ്. ഫലഹിഖത്ത് അവർ ചിരിച്ചു. ഫബശർനാഹ ബിസ്ഹാഖ, അവർക്ക് നാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. വമിൻ വറാഇ ഇസ്ഹാഖ യാക്കൂബ്, ശേഷം ഇസ്ഹാഖ് നബിയുടെ മകനായി പൗത്രനായി ഇബ്രാഹിം നബിയുടെ പൗത്രനായി യാക്കൂബ് അലൈഹിസ്സലാം ജനിക്കുമെന്നും സന്തോഷ വാർത്ത നൽകി. ഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, യാ വൈലത്ത, എന്തൊരു പുതുമയാണ്, അലിദു ഞാൻ പ്രസവിക്കുകയോ, അന അജൂസ് ഞാൻ വാർദ്ധക്യത്തിലെത്തിയ കിഴവിയാണ്, വഹാദാ ബഅലി ഷെയ്ഖ ഇതാ എൻ്റെ ഭർത്താവട്ടെ വളരെ പ്രായം ചെന്ന ആളാണ്. ഇന്ന ഹാദാ ലഷൈഉൻ അജീബ്, ഇത് വളരെ അത്ഭുതമുള്ള കാര്യമായിരിക്കുന്നുവല്ലോ. കാലു, അവർ ചോദിച്ചു, അതഅജബീന മിൻ അംരില്ലാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ അത്ഭുതപ്പെടുന്നത്? റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും, അള്ളാഹുവിൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ ബർക്കത്തും നിങ്ങളുടെ കുടുംബത്തിനുണ്ട്. അഹ്ലുൽ ബൈത്തി, വീട്ടുകാരെ, അഥവാ ഇബ്രാഹിം നബിയുടെ കുടുംബമേ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുമുണ്ട്. ഇന്നഹു ഹമീദും മജീദ്, അവൻ സ്തുത്യർഹനും അതിവിശിഷ്ടനുമത്രേ, അവൻ സ്തുത്യർഹനും മഹോന്നതനുമത്രേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ റഹ്മത്തിനും ബർക്കത്തിനും പാത്രമാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈത വഖിനാ ശർറ മാ ഖളൈത. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈത വഖിനാ ശർറ മാ ഖളൈത. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈത വഖിനാ ശർറ മാ ഖളൈത. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.